ഇന്ത്യയിൽ ലാസ്റ്റ് എയിംസ് നടത്തിയ സർവേ 2019 ഫെബ്രുവരിയിലായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന സൈക്കോ ആക്റ്റീവ് പദാർത്ഥം അത് മദ്യമാണ്. മദ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പിയോയിഡ്സ് ആണ്. ഈ ഓപ്പിയോയിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം വരും. കഞ്ചാവിൻ്റെ ഉപയോഗവുമുണ്ട്. 16 കോടി ആളുകൾ മദ്യം ഉപയോഗിക്കുമ്പോഴേക്കും 3.5-4 കോടി ആളുകൾ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. 2021 ശേഷം ആ കണക്ക് ഇരട്ടിച്ചു. അതെ, കോവിഡിന് ശേഷം ഞാൻ പറഞ്ഞു അളവിനോടൊപ്പം. അതെ, 2019 16 കോടിയായിരുന്നു മദ്യം. അതിന്റെ 4/1 സബ്സ്റ്റൻസിന്റെ ഉപയോഗമെങ്കിൽ ഇപ്പോഴത് ഈക്വൽ അല്ലെങ്കിൽ മോർ ആയി. അതാണ് ഇപ്പോഴത്തെ കണക്ക് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വിമുക്തി മിഷൻ കൊണ്ട് മാത്രം ഇത് സാധ്യമാകില്ല. സർക്കാരിനൊപ്പം നിൽക്കുക സമൂഹവും എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഡ്രഗ് അഡിക്ട്സ് ഈ ജീവൻ എടുക്കാൻ മടിയില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡ്രഗ്സിന്റെ ഇപ്പോൾ ഈ LSD സ്റ്റാമ്പ് ആയാലും MDMA ആയാലും ഒക്കെ അതിന്റെ ഹൈ ഡോസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയില്ല. അവരെന്തും ചെയ്യാൻ തയ്യാറാണ്. ആരാണ് മുന്നിലെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഉപയോഗം അവരെ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു ക്രൈം റേറ്റ് കൂടുതലുള്ള സംസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ മാറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മയക്കുമരുന്നുകളെ കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുമുള്ള പഠനങ്ങളിൽ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ പ്രധാനമായിട്ടും ഡിപ്രസൻറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ മയക്കുമരുന്നുകളിൽ. ആ ഡിപ്രസൻറ്റുകൾ ഉപയോഗിക്കുന്ന ആളുകൾ വിഷാദമൂകരായി വീടിനുള്ളിൽ അന്തർമുഖരായിരിക്കുന്നവരാണ്. ഇവരെ കൊണ്ട് ആ കുട്ടിയെ പുറത്ത് കാണാറില്ലല്ലോ എന്ന അഭിപ്രായം പറയുന്നവർ ഇത്തരം ഡിപ്രസൻ്റ് സ്വഭാവത്തിലുള്ള ഈ കെമിക്കൽ റിയാക്ഷന് ഇരയാകുന്നവരാണ്.